മാറാടി ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ തുടർച്ചയായി മലയിടിഞ്ഞ് പാറമടയിലെ വെള്ളവും ചെളിയും കുത്തിയൊഴുകി നാശനഷ്ടമുണ്ടായ സംഭവത്തിൽ പഞ്ചായത്ത് സമിതി അടിയന്തര പ്രമേയം പാസാക്കി. ഉപേക്ഷിക്കപ്പെട്ട പാറമടകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം റോക്ക്ഫോൾ ഉണ്ടാകുന്നതിന് കാരണമാകുമെന്നതിനാൽ വെള്ളം സുരക്ഷിതമായി നീക്കം ചെയ്തും തുടർന്ന് വെള്ളം നിറയാത്ത വിധം മൂടണമെന്നുമാണ് പ്രമേയം ആവശ്യപ്പെടുന്നത്. മാറാടി പഞ്ചായത്ത് 14-ാം വാർഡിൽ തുടർച്ചയായി മലയിടിഞ്ഞ പാറമടയിലെ വെള്ളവും ചെളിയും കുത്തിയൊഴുകി നാശനഷ്ടമുണ്ടായ സംഭവത്തിൽ പഞ്ചായത്ത് സമിതി അടിയന്തര പ്രമേയം പാസാക്കി. ഓഗസ്റ്റ് 6-നും 7-നും മലയിടിഞ്ഞ വലിയ നാശനഷ്ടമാണ് പ്രദേശത്തുണ്ടായത്. ഇതുകൂടാതെ പഞ്ചായത്തിലെ പാറമടകളിൽ വെള്ളം കെട്ടിക്കിടന്ന് ജലബോംബായി മാറിയേക്കുമെന്ന ഭീതിയും പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്തു. മണ്ണിടിഞ്ഞതിന് തൊട്ടുമുകളിലായി പഞ്ചായത്ത് റോഡ് കടന്നു പോകുന്നുണ്ട്. അതിനോട് ചേർന്ന് വെള്ളം നിറഞ്ഞു കിടക്കുന്ന പാറമടയുമുണ്ട്. മണ്ണിടിഞ്ഞ ഭാഗത്തെ പാറകൾക്കിടയിൽ നിന്ന് വെള്ളം പുറത്തേക്കൊഴുകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ഉപേക്ഷിക്കപ്പെട്ട പാറമടകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം റോക്ക്ഫാൾ ഉണ്ടാകുന്നതിന് കാരണമാകുമെന്നതിനാൽ വെള്ളം സുരക്ഷിതമായി നീക്കം ചെയ്ത് തുടർന്ന് വെള്ളം നിറയാത്ത വിധം മൂടണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. 1-ാം വാർഡ് അംഗവും വികസന സമിതി ചെയർപേഴ്സണുമായ രമ രാമകൃഷ്ണൻ പ്രമേയം അവതരിപ്പിച്ചു. 14-ാം വാർഡ് അംഗം ബിന്ദു ബേബി പിന്താങ്ങി. കമ്മിറ്റി ഏകകണ്ഠമായാണ് പ്രമേയം അംഗീകരിച്ചത്. ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ ശാസ്ത്രീയ പരിശോധന നടത്തി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, മൂവാറ്റുപുഴ MLA, ജില്ലാ കളക്ടർ, RDO, തഹസീൽദാർ, മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് എന്നിവർക്ക് പ്രമേയവും കത്തും നൽകി. തനിമയാർന്ന നാടൻ മസാലകളുടെ വിപുലമായ ശേഖരങ്ങളുമായി മൂവാറ്റുപുഴയുടെ സ്വന്തം മസാലക്കൂട്ട്. ഗുണമേന്മയുള്ള ഇൻസ്റ്റന്റ് മസാലകളും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ മില്ലറ്റ് കൊണ്ട് നിർമ്മിച്ച പുട്ടുപൊടിയും വിവിധങ്ങളായ ചായപൊടികളും വ്യത്യസ്തങ്ങളായ 20-ൽ പരം അച്ചാറുകളും തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഹോം മെയ്ഡ് പ്രോഡക്റ്റുകളും മസാലക്കൂട്ടിൽ ലഭ്യമാണ്.